2020 വേൾഡ് കപ്പിലെ മറ്റൊരു ദുർബല ടീമായ കാനഡയെ തോൽപ്പിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പിലെ തങ്ങളുടെ പ്രയാണം ആരംഭിച്ചു. സൗത്ത് ആഫ്രിക്ക ഇന്ന് പടുത്തുയർത്തിയത് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 213 എന്ന വമ്പൻ സ്കോറാണ്. കാനഡയുടെ പോരാട്ടം 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 156 റൺസിൽ ഒതുങ്ങി. സൗത്ത് ആഫ്രിക്കയെ പോലൊരു വലിയ ടീമിന്റെ മേൽ 156 റൺസ് എടുത്ത് ഓൾ ഔട്ട് ആകാതെ നിൽക്കുക എന്നത് കാനഡയെ സംബന്ധിച്ച വലിയ കാര്യം തന്നെയാണ്. എന്നാൽ 1-2 ബാറ്റർമാർ ഒഴികെ മറ്റാരും തന്നെ മികവിലേക്ക് ഉയരാൻ കഴിയാതെ പോയതാണ് കാനഡയ്ക്ക് തിരിച്ചടിയായത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക മികച്ച രീതിയിൽ തന്നെയാണ് തുടങ്ങിയതും ഇന്നിംഗ്സ് മികച്ച രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയതും. എയ്ഡൻ മാർക്രം 32 പന്തിൽ 59 റൺസോടെ അവർക്ക് വേണ്ടി മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെച്ചപ്പോൾ ക്വിന്റൺ ഡീകോക്ക് 22 പന്തിൽ 25 റൺസാണ് എടുത്തത്. അദ്ദേഹത്തിന്റെ പതിവ് വെടിക്കെട്ട് ശൈലി ആവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. റിയാൻ റിക്കിൾട്ടൺ 21 പന്തിൽ 33 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ ഡെവാൾഡ് ബ്രെവിസ് നിരാശപ്പെടുത്തി 6 റൺസ് മാത്രമാണ് എടുത്തത്. എന്നാൽ പിന്നീട് വന്ന ഡേവിഡ് മില്ലറും ക്രിസ്റ്റൻ സ്റ്റംസും ചേർന്ന ഒരു മികച്ച പാർട്ണർഷിപ്പാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത്. 138-4 എന്ന നിലയിൽ നിന്നും 213 അവരെ എത്തിച്ചത് ഇവർ രണ്ടുപേരും ചേർന്നെടുത്ത 75 റൺസിന്റെ പാർട്ണർഷിപ്പാണ്. മില്ലർ 23 പന്തിൽ 39 റൺസ് എടുത്തപ്പോൾ സ്റ്റംസ് 19 പന്തിൽ 34 റൺസാണ് എടുത്തത്. രണ്ടുപേരും പുറത്തായതുമില്ല. മറുപടി ബാറ്റിംഗിൽ കാനഡയ്ക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു. അവരുടെ ഓപ്പണർ ബാജ്വ ആദ്യ പന്തിൽ തന്നെ ഗോൾഡൻ ഡക്കായിട്ട് മടങ്ങി. പിന്നീട് വന്ന സമറയും 8 പന്തിൽ 12 റൺസോടെ മടങ്ങിയെങ്കിലും നവനീത് ധൽവാൽ അവർക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറിയുമായിട്ട് തിളങ്ങി. 49 പന്തിൽ 64 റൺസാണ് അദ്ദേഹം എടുത്തത്. ഹർഷ് താക്കർ 29 പന്തിൽ 33 റൺസും അവർക്ക് വേണ്ടി എടുത്തു. ഒരു ഘട്ടത്തിൽ 45-4 എന്ന നിലയിൽ തകർന്നുപോയ കാനഡയെ 114 വരെ എത്തിച്ചത് ഇവരുടെ പാർട്ണർഷിപ്പാണ്. 69 റൺസിന്റെ പാർട്ണർഷിപ്പ് ഇവരുണ്ടാക്കി. മറ്റെല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയി. അങ്ങനെയാണ് കാനഡ 156 ഒതുങ്ങിയത്. ലുങ്കി എങ്കിഡിയാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി മികച്ച ബോളിംഗ് കാഴ്ചവെച്ചത്. 4 ഓവറിൽ 34 റൺസ് വഴങ്ങി അദ്ദേഹം 4 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. മാർക്കോ ജാൻസൺ 2 എണ്ണം വീഴ്ത്തിയപ്പോൾ റവാദയും ബോഷും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. അങ്ങനെ 57 റൺസിന്റെ ഒരു മികച്ച വിജയം സ്വന്തമാക്കിക്കൊണ്ട് സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പിലേക്കുള്ള തങ്ങളുടെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്.